ഒരു കോഴി മുട്ട തിളച്ച വെള്ളമിൽ ഇടണമേ, എന്നിട്ട് 300 എണ്ണ് കൃത്യം വേണമേ. എണ്ണിക്കഴിഞ്ഞതെടുത്ത് നീ തിന്നേണ്ടതാ, മൂത്രാശയം അത് കൊണ്ട് ശുദ്ധി വരുന്നതാ. ആരോഗ്യവും നിലനിൽക്കുവാൻ അതു നല്ലതാ, കരിങ്കോഴി മുട്ടയിൽ കൂടുതൽ ഫലമുള്ളതാ. നുസഹത്തിലുണ്ടിത് നോക്ക് ഭാഗം 1 94 പേജ് അധികം 100. പശുവിൻ്റെ ഇറച്ചിയിൽ ചേർക്ക് കുരുമുളകിഞ്ചിയും, മാറും ഇറച്ചിയിലുള്ള ദൂഷ്യം ഒക്കെയും. നുസഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 166 1 വന്നതാ. മൂത്രത്തടസ്സം വന്നു എന്നാൽ ഒരു ദിനം, പറയുന്നതാ അതിനൗഷധം ഈ ലേഖനം. തൂക്കം 50 വെള്ളി നെയ്യുണ്ടാക്കി, സുക്കർ 25 തൂക്കവുമാക്കി. ചേർത്തിട്ട് നീ കഴിക്കുന്ന പക്ഷം തന്നെ, പുറത്തേക്ക് ചാടും നിന്റെ മൂത്രം പൊന്നേ. എന്നുള്ളതും നുസഹത്തിലുള്ളതു തന്നാ, 178 1 പാത്തുന്ന കുട്ടികളുണ്ടുറക്കില് എന്നും, ദിവ്യൗഷധം പറയുന്നിതാ അവർക്കിന്നും. പൂവൻ്റെ ശിരസിൽ എപ്പോഴും കാണുന്ന കോഴിപ്പുയേറ്റം നല്ലതാണതിനെന്ന, അത് നീയെടുത്ത് കരിച്ച് വെള്ളം ചേർത്ത് കുടിപ്പിച്ചു എന്നാൽ അന്ന് നിന്ന പാത്ത്. കോഴിത്തലയ്ക്കും എണ്ണ പൂശി നീ പൂവിലും, എന്നാൽ സുഹൃത്തെ കൂവലില്ലത് മേലിലും. നുസഹത്ത് 1 തന്നെയാണിതുമുള്ളത്, 93 200 പറയുന്നത്. ഇരുമ്പാണി തീയിൽ ഇട്ട് നീ പഴുപ്പിക്കണം, പശുവിൻ്റെ പാല് കറന്നുടൻ അതിലാക്കണം. കുടിച്ചാൽ വെറും വയറ്റിൽ തനിച്ച പാലും, മാറുന്നതാ ചുമയേതു തന്നായാലും. നുസഹത്ത് 1 തന്നിതും പറയുന്നതാ, 166 അതിൽ വിവരിച്ചതാ. പതിവുള്ളവർ കോതട്ടെ ഫാത്തിഹ 40, പനിയുള്ളവർ കോതട്ടെ ഫാത്തിഹ 40. വെള്ളത്തിലാവോതുന്നതും ഊതേണ്ടത്, തളിക്കട്ടവൻ്റെ മുഖത്ത് എന്നാൽ പിന്നെ മാറുന്നതാ പനിയെന്നു തന്നാ പൊന്നേ. ഇതുപോലെ ജഅഫർ സാദിഖും പറയുന്നതാ, നുസഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. അതുകൊണ്ട് ജസദിൽ തടകിയാലും പിന്നെ രോഗത്തിനും ശമനം ഹദീസിൽ തന്നെ. ശിഫയാക്കിലാഹി നിന്റെ ഫദ്ലാൽ രോഗവും, ദൈനംദിനം ഏറ്റണമേ ആരോഗ്യവും. ഗുണവും നബിക്കും ആലിനും നൽകണമേ, അസ്ഹാബിനും അതുപോലെ നീ ചെയ്യണമേ.